ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഏതിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ആദ്യം നമുക്ക് പാൻ ചൂടാകുമ്പം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു 3 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു 10-15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കും. അതിങ്ങനെ ചുമ്മാതെ നെടുക കീറിയാട്ടോ ഇട്ടേക്കുന്നത്. ഒരുപാട് തിന്നായിട്ടൊന്നും സ്ലൈസ് ചെയ്യണ്ട. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു 1.5 മീഡിയം സൈസ് സവാളയും കൂടെ ഇട്ട് കൊടുക്കുവേ. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ചെറിയ ഉള്ളി ഇടണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മീഡിയം സൈസ് സവാള ഇട്ടാലും മതി കേട്ടോ. ഇതിനകത്തോട്ട് ശകല ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണേ. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇത് വഴറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കും. ഇപ്പം നമ്മൾ ഇട്ട പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതിനകത്തോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കന് വേണ്ട ഉപ്പും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ചിക്കന് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഇട്ട് വഴറ്റി കൊടുക്കും കേട്ടോ. അപ്പം ഗരം മസാല വേണമെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ഇടുന്ന കൂട്ടത്തിലും ഇടാവേ. ഇതിപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം ഞാൻ ഈ ചിക്കൻ ഇട്ടതിന് ശേഷം വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ചെറിയ ചൂടുവെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരു 2 നുള്ളു ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കിടന്ന് നന്നായിട്ട് വേവണം. ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേവണം. അപ്പം ചിക്കനിലും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ആ വെള്ളവും ഈ നമ്മൾ ഒഴിച്ച വെള്ളവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കാണും. നമുക്ക് ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണേ. തുറന്നൊന്ന് ഇളക്കി നോക്കണം. ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് ഇല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നല്ല ചാറൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിച്ചൊഴിക്കണം. ഞാനാണെങ്കിൽ താളിച്ചൊഴിച്ചത് ശകലം ഉള്ളിയും കടുകിട്ടില്ല. ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ആണ് എണ്ണയിലൊന്ന് മൂപ്പിച്ച് ഇടുക കേട്ടോ ചെയ്തത്. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഒരു നാടൻ സ്റ്റൈല്. ഇത് ഏതിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലൊരു കോമ്പിനേഷൻ. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പത്തിരി, അപ്പം, ഇടിയപ്പം, ഇതിൻ്റെ എല്ലാം കൂടെ ചോറിൻ്റെ കൂടെ ആയാലും നല്ല രുചിയാട്ടോ. പിന്നെ ഈ കറിയുടെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം. നമ്മൾ കറി ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അത് ഇരുന്ന് കഴിയുമ്പോൾ അത് കുറുകും. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്